ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, ക്ഷേത്രത്തിൽ പോയി നേർച്ച നേർന്നതുകൊണ്ടും വഴിപാട് കഴിച്ചതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവില്ല. നീ അറിവുള്ളവനാ. ഞാൻ പറയാതെ തന്നെ എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗൗരിയുടെ അമ്മയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? അതെ, നിന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാ ഞാൻ. നിന്റെ ജീവിതം ഇങ്ങനെ എരിഞ്ഞു തീരുന്നത് കാണാൻ എനിക്ക് വയ്യ മോനെ. മോനെ, എന്നും നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിൽ ഉറങ്ങിയാൽ മതിയോ? പിന്നെ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? ഞാൻ അമ്പലത്തിലേക്ക് വന്നത് എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. മരിക്കുന്നതിന് മുൻപ് നിനക്കൊരു കൂട്ടുണ്ടായി കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അമ്മേ, അതിനെനിക്ക് എന്റെ സമൃദ്ധി മറക്കാൻ കഴിയണ്ടേ? ഗൗരിയുടെ അമ്മ എന്റെ ഭാര്യയാവണമെങ്കിൽ എനിക്ക് സമൃദ്ധി മറക്കാൻ കഴിയണം. അതിനെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ മറ്റൊരാളെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാം? നഷ്ടങ്ങളും വേർപിരിയലുകളും അനുഭവിക്കാതെ ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. സ്വന്തം ഇണം നഷ്ടപ്പെട്ട അത് ഭാര്യയായാലും ഭർത്താവായാലും ആ ദുഃഖവും പേറി കുറേ കാലം ജീവിക്കും. പക്ഷേ പിന്നെയും ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. മോനെ, ആ അധ്യായം കഴിഞ്ഞു. സത്യം ഇനിയെങ്കിലും നീ അംഗീകരിച്ചേ പറ്റൂ. അമ്മ പഴയതെല്ലാം മറന്നു. അത് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പക്ഷെ കഴിയണ്ടേ അമ്മേ? മനസ്സല്ലേ, അത് നമുക്ക് തോന്നുമ്പോൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണോ? അത് സ്വയം മാറണ്ടേ? എടാ, വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും നീ അത് ആലോചിച്ചേ പറ്റൂ. അമ്മ എന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നതൊക്കെയെന്ന് എനിക്കറിയാം. പക്ഷേ അത്ര പെട്ടെന്നൊന്നും എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. ഒരമ്മയുടെ വാത്സല്യവും കരുതലുവാ എൻ്റെ മകൾക്ക് ഈ പ്രായത്തിൽ ഇപ്പോൾ ആവശ്യം. ആ സ്നേഹം അവൾക്കിപ്പോൾ ആവോളം കിട്ടുന്നുണ്ട്. അതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. പറ്റുന്നില്ലമ്മേ. എനിക്കൊന്ന് ഉറങ്ങണം. അമ്മ ചെന്നേ, വാ, ചെന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ.